PSC ഞാൻ ആര്യ. അപ്പൊ നമ്മള് LDC 2024 വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 10 ദിവസം കൊണ്ട് നമ്മള് സിലബസ് ഫുള്ളും SCRT ഒക്കെ പഠിച്ചു തീർക്കുകയാണ് ഇതിൽ. അപ്പൊ അതിന്റെ 3ാമത്തെ ദിവസത്തെ പരിഭാഷയാണ് ചെയ്യാൻ തന്നിരുന്നത്. അപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക് ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. അതിന്റെ ലിങ്ക് ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി. മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ടെലഗ്രാമിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. തിങ്ക് ബിഫോർ യു ലീപ് എന്നതിന്റെ അർത്ഥം എന്താണ്? സമാനമായ ചൊല്ലേതാണ്? അതായത് ഇരിക്കും മുൻപ് കാല് നീട്ടരുത്. അപ്പൊ ലീപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആലോചിക്കണം എന്നൊരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇരിക്കും മുമ്പ് കാൽ നീട്ടരുത്. കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക എന്ന ശൈലിയുടെ അർത്ഥം. കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുക, ഇതിന് ഈ ഇംഗ്ലീഷിൽ ഏതാണ് പറയുന്നത്? ഗീവ് ദ സ്ലിപ്പ് എന്നാണ് പറയുന്നത്. ഗീവ് ദ സ്ലിപ്പ് ആണ് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക. ഗീവ് ക്വാർട്ടർ, അഭയം നൽകുക എന്നാണ് ഇതിന്റെ അർത്ഥം. അഭയം നൽകുക എന്നാണ്. ഗീവ് ഓൺ ദ ഗോ ബൈ എന്നാണെങ്കിൽ അർത്ഥം ഒഴിഞ്ഞു മാറുക എന്നാണ്. അപ്പോ ഗീവ് ഓൺ ദ ഗോ ബൈക്ക് ഒഴിഞ്ഞു മാറുക എന്നും, ഗീവ് ക്വാർട്ടറിന് അഭയം നൽകുക എന്നും, ഗീവ് ദ സ്ലിപ്പിന് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുക എന്നാണ് അർത്ഥം. കണ്ണിലുണ്ണി പലതവണ PSC ചോദിച്ചിട്ടുള്ള കണ്ണിലുണ്ണി, അതിന് വിവർത്തനം ഏതാണ്? ആപ്പിൾ ഓഫ് ദ ഐ ആണ് കണ്ണിലുണ്ണി. അപ്പൊ കണ്ണിൽ ആപ്പിൾ ആണെന്ന് ഓർത്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുന്നത്. കണ്ണിൽ ആപ്പിൾ ആണ്, കണ്ണിൽ ഉണ്ണിയല്ല ആപ്പിൾ ആണെന്ന് ഓർത്താൽ ഉത്തരം കിട്ടും. കാഷ്വൽ ലീവ് എന്ന പദത്തിന്റെ മലയാളം എന്താണ്? കാഷ്വൽ ലീവ് നമ്മൾ എടുക്കുന്നത് ആകസ്മികമായിട്ടാണ് എടുക്കുന്നത്. കാഷ്വൽ ലീവ് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ്. ആകസ്മിക അവധി എന്നാണ് കാഷ്വൽ ലീവിന്റെ അർത്ഥം. ടേക്ക് അവേ എന്ന പ്രയോഗത്തിന്റെ പരിഭാഷ എന്ന്, ടേക്ക് അവേ കൗണ്ടേഴ്സ് ഒക്കെ അല്ലേ, ഫുഡൊക്കെ ടേക്ക് അവേ ആയിട്ട് കൊടുക്കും എന്ന് പറയാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നീക്കം ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. ടേക്ക് അവേ എന്നാൽ നീക്കം ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്നോട് ചോദിക്കാറില്ല ഈ ബുക്ക് മാത്രം പഠിക്കുകയാണ് എത്ര മാർക്ക് കിട്ടുന്നു? അപ്പോ ഈ 2024 ട്രിവാൻഡ്രം LDCക്ക് നമ്മുടെ ബുക്ക് മാത്രം പഠിച്ച് 8 മാർക്കും, നമ്മളുടെ ക്രാഷ് കോഴ്സ് പുതിയതായിട്ട് തുടങ്ങിയല്ലേ, ക്രാഷ് കോഴ്സ് 350 രൂപ, മലയാളം ഫുള്ള് SCRTയും സിലബസ് വൈസും എല്ലാമായിട്ട് ബുക്കിന്റെ ക്ലാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ കോഴ്സിൽ നിന്ന് 10ൽ 10ഉം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആരെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ ഈ ഒരു കോഴ്സ് റിഡക്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് വേണ്ടവര് കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബുക്ക് വേണമെന്ന് അയക്കുക. അപ്പൊ ബുക്കും കിട്ടും, പിന്നെ ഇതും കിട്ടും. അതായത് 350 രൂപയ്ക്ക് നിങ്ങൾക്ക് ബുക്കും കോഴ്സും കിട്ടും. അതാണ് സത്യത്തിൽ. ഓക്കെ, അപ്പോ ഇതൊക്കെ അതിന്റെ പ്രൂഫാണ്. എ ലൈ ഹാസ് നോ ലെഗ്സ്, ഇത് ഫേമസ് ആയിട്ടുള്ളതാണ്. എ ലൈ ഹാസ് നോ ലെഗ്സ് എന്ന് വെച്ചാൽ നേരില്ലാത്തടത്ത് നിലയില്ല. അതായത് നുണ പറയുകയാണെങ്കിൽ അതിന് അധികം നാളെ നിലനിൽപ്പുണ്ടാവില്ല എന്നൊരർത്ഥമാണ്. എ ലൈ ഹാസ് നോ ലെഗ്സ്. എ ബീൻ വൺസ് ബോണറ്റ്. ഈ ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഈ തലയിൽ വെക്കുന്ന ചെറിയ തൊപ്പി എന്നർത്ഥം. ആ തൊപ്പിയുടെ അകത്തൊരു തേനീച്ച ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ മൂന്ന് മൂളിക്കൊണ്ടിരിക്കും അല്ലെ. അതായത് മൊത്തത്തിലൊരു ശല്യമാണ്. ഒഴിയാബാധ എന്ന, അതായത് നമ്മളെ വളരെയേറെ അലട്ടുന്ന ഒരു പ്രശ്നം എന്നൊരർത്ഥത്തിലാണ് എ ബി ഈസ് വൺസ് ബോണറ്റ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാനല്ല, സെന്റൻസിന്റെ അർത്ഥം വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു തേനീച്ചയെ പിടിച്ച് നമ്മളുടെ ആ തൊപ്പിക്കകത്തിട്ട് അതിങ്ങനെ മൂളി നമ്മൾ ആ ഇറിറ്റേറ്റ് ചെയ്യില്ലേ, ഒരു ഒഴിയാവാത പോലെ, ആ ഒരു രീതിയിൽ അത് ഓർക്കാം. കിക്ക് ദ ബക്കറ്റും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അർത്ഥം. അത് കുറച്ച് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ഞാൻ ഉത്തരം പറയാം. The climate change has started to show its sign in the form of drought, ice melting, etc. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നൊരു ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യനും PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ എന്ന് വെച്ചാൽ എന്താണോ, ഈ ദിവസത്തേക്കാൾ വിലമതിക്കുന്ന വേറെ ഒന്നില്ല എന്നൊരർത്ഥമാണ്. അപ്പോ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല എന്നാണ് ഉത്തരം. ഇതും PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. COMPLIAMENT. അപ്പൊ IMENT ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്രശംസ എന്നാണ്. അത് ഓർത്ത് വയ്ക്കാൻ ഞാൻ കോഡ് പറയുന്നത്. ഇപ്പൊ ഒരാൾ വിജയിച്ച് ഇങ്ങനെ വരുമ്പോ നമ്മൾ അയാളുടെ പിന്നെ എന്താണ് സന്തോഷിപ്പിക്കാനായിട്ട് അയാൾക്ക് എന്ത് ചെയ്യും? അയാൾക്കൊരു പൊട്ട് തൊട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഈ I എന്ന് പറയുന്ന ഒരു പൊട്ടാണ് അല്ലെ. അപ്പൊ പൊട്ട് തൊട്ട് കൊടുക്കുന്ന എപ്പോഴാ? വിജയിച്ചു വരുമ്പോഴാണ്. അപ്പൊ അയാളെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ട് തൊട്ട് കൊടുക്കുന്നത്. അപ്പൊ COMPLIMENT ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്രശംസ എന്നാണ്. പിന്നെ COMPLEMENT കോംപ്ലിമെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതെന്താണ്? അതായത് നമുക്ക് സന്തോഷം പൂർത്തിയാക്കുക എന്നൊരു മീനിങ് ആണ്. നമുക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങുകയാണ്. കാറ് വാങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി സന്തോഷമുണ്ട്. അപ്പോൾ അതിന് കോംപ്ലിമെന്റ് ആയിട്ട് ഗിഫ്റ്റും കൂടെ കിട്ടുമ്പോഴത് ആ സന്തോഷം ഒന്നുകൂടെ പൂരിപ്പിച്ചു തന്ന പോലെ കുറച്ചുകൂടെ സന്തോഷാക്കി തന്നു എന്നൊരർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അത് COMPLEMENT ആണ്. ഇത് I ആണ്. I ആണെങ്കിൽ പൊട്ട്, പ്രശംസ. അടുത്ത ക്വസ്റ്റ്യൻ കട്ടായിട്ടുണ്ട്, അർത്ഥവിരാമാണ് ആൻസർ. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും
എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടൻ ദ ലോങ്സ്റ്റ് റോഡ്. അതായത് നിങ്ങളിപ്പോ പി എസ് സി പഠിക്കുകയാണ്, നിങ്ങളുടെ കൂടെ നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിൽ ആ നിങ്ങളുടെ പി എസ് സി എന്നുള്ളതിന്റെ ആ ദൂരം ഉണ്ടല്ലോ അത് അവൻ കുറച്ചു തരും എന്ന്. അതായത് നിങ്ങൾക്ക് വേഗം ജോലി കിട്ടും. അപ്പൊ നല്ല കൂട്ടുകാരാണെങ്കിൽ നമ്മളുടെ ദുർഘടമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിന്റെ നീളം അവൻ കുറച്ചു തരും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നാണ് ആ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്ന് വെച്ചാൽ പ്രിയ സത്യമാണ്. ഹോം ട്രൂത്ത് പ്രിയ സത്യം. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളെ പറ്റിയിട്ടുള്ള പല അപ്രിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെന്നാലേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഹോമുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കാം. നമ്മളെ പറ്റിയിട്ടുള്ള അപ്രിയ കാര്യങ്ങൾ. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല. ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ്? ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂ വെൽ. അപ്പൊ ഈ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല എന്നാണ്. ലിറ്റിലാ കുറച്ചുണ്ട്. അത് തമ്മിൽ തിരിഞ്ഞു പോകുന്നവർ ഇങ്ങനെ ഓർത്താൽ മതി. ലിറ്റിലിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനം ഇല്ലല്ലോ. ലിറ്റിലിന്റെ കൂടെ ഇല്ലേ, അപ്പൊ കുറച്ചില്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇത്രയായിരുന്നു ഡേ 3യുടെ ഉത്തരം. അപ്പൊ ഡേ 4ന്റെ ടോപ്പിക് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, നോക്കുക. അത് പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് ലിങ്ക് എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഉത്തരം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം.